They start again. Do you understand now what are we living for this moment? Ma sœur, levez-vous, levez-vous, c'est fini. Merci beaucoup, merci Seigneur, merci. തുടക്കത്തിൽ തന്നെ റുവാണ്ട അതിർത്തിക്ക് സമീപം സംഘർഷം രൂക്ഷമായിരുന്നു. വെടിവെപ്പ് മൂലം കിഴക്കൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ സൗത്ത് കിവുവിലുള്ള സന്യസ്തരും ദുരിത ജീവിതത്തിലാണ്. കോൺവെന്റ് ശുചിമുറിയിൽ അഭയം തേടാൻ സന്യസ്തർ നിർബന്ധിതരായ സാഹചര്യം. സമാധാന കരാറുകൾ പലതും സമീപകാലങ്ങളിൽ ഉണ്ടായിരുന്നിട്ടും കോങ്കോ സേനയും M23 വിമതരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമാകുകയാണ്. പ്രദേശത്ത് അക്രമം വ്യാപിച്ച സാഹചര്യത്തിൽ സാധാരണക്കാർ പരിഭ്രാന്തരാകുകയും പലായനം ചെയ്യാൻ കഴിയാതെ കുടുങ്ങിപ്പോവുകയും ചെയ്തു. ലൈഫ് സൈറ്റ് ന്യൂസിന്റെ റിപ്പോർട്ട് പ്രകാരം റുവാണ്ടയുടെ അതിർത്തിയിലുള്ള ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ സൗത്ത് കിവു മേഖലയിലെ ഒരു കോൺവെന്റിൽ നിന്ന് ലഭിച്ച ഒരു വീഡിയോ സന്ദേശത്തിൽ ഭയാനകമായ വെടിയൊച്ചകളാൽ നിറഞ്ഞ ഒരു അന്തരീക്ഷവും ഭീതിയിൽ ശുചിമുറിയിൽ ഒളിച്ചിരിക്കുന്ന സന്യസ്തരെയും അന്തേവാസികളെയും കാണാം. യേശുക്രിസ്തുവിനോടുള്ള അവരുടെ പ്രാർത്ഥനകൾ വെടിയൊച്ചകൾക്കിടയിലും മുഴങ്ങിക്കേൾക്കാം. കോൺവെന്റിന് സമീപം കണ്ടെത്തിയ ബോംബ് അവശിഷ്ടങ്ങളുടെ ചിത്രങ്ങളും ലൈഫ് സൈറ്റ് ന്യൂസ് പുറത്തുവിട്ടു. സായുധ സംഘങ്ങൾ നിഷ്കരുണം സാധാരണക്കാരെ കൊല്ലുകയും ഗ്രാമങ്ങളിൽ ഭയം വിതയ്ക്കുകയും ചെയ്യുന്നുവെന്ന് സിസ്റ്റർ മേരി പങ്കുവച്ചു. ഭക്ഷണം തേടുന്ന ആളുകളെ അക്രമികൾ ശത്രുക്കളെ പോലെയാണ് കാണുന്നത്. കുടുംബങ്ങളെ ദിവസങ്ങളോളം വീടിനുള്ളിൽ ബന്ദികളാക്കുന്നു, പട്ടിണിക്കിടുന്നു. വൈദ്യസഹായം പോലും ലഭ്യമാക്കുന്നില്ല. വടക്കൻ തെക്കൻ കിവുവിലെ പ്രവിശ്യ സംസ്ഥാനങ്ങളുടെ നിയന്ത്രണം M23 വിമതർ പിടിച്ചെടുത്തിരുന്നു. 2025 അക്രമം വർദ്ധിച്ചതോടെ നൂറുകണക്കിന് ഗ്രാമീണരെ സംഘം കൊന്നൊടുക്കിയതായി ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും UN ന്യൂസും റിപ്പോർട്ട് ചെയ്തു. ലൈംഗിക അതിക്രമങ്ങൾ, പീഡനം, നിർബന്ധിത നാടുകടത്തൽ എന്നിവയും വ്യാപകമാണ്. അതേസമയം IS ബന്ധമുള്ള തീവ്രവാദികൾ മറ്റൊരാക്രമണത്തിൽ പ്രദേശത്തെ 70 ക്രൈസ്തവരെ തലയറുത്ത് കൊലപ്പെടുത്തിയിരുന്നു. ഇത് മേഖലയിലെ വഷളാകുന്ന മാനുഷിക പ്രതിസന്ധിയെ എടുത്തു കാണിക്കുന്നു. സുരക്ഷയ്ക്കും അടിസ്ഥാന ആവശ്യങ്ങൾക്കും വേണ്ടി സമൂഹങ്ങൾ പാടുപെടുന്നു. സ്കൂളുകൾ, ആശുപത്രികൾ, ചാരിറ്റബിൾ മിഷനുകൾ എന്നിവയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തതിനാൽ ദൈനംദിന ജീവിതം ദുരിതപൂർണമാണ്. ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് സിസ്റ്റർ മേരി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടതായി ലൈഫ് സൈറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. മധ്യസ്ഥ ചർച്ചയിലുള്ള പ്രതീക്ഷകൾ മങ്ങിയതായും ദീർഘകാല സംഘർഷങ്ങളുടെ സാഹചര്യത്തിൽ ജനങ്ങൾ കഷ്ടപ്പെടുന്നത് തുടരുകയും പുതിയ ആക്രമണങ്ങളെക്കുറിച്ചുള്ള നിരന്തരമായ ഭയത്തിൽ ജീവിക്കുകയും ചെയ്യുന്നുവെന്നും സിസ്റ്റർ മേരി പങ്കുവച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്.